സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടനയാണ്. അതിനെ തടസ്സപ്പെടുത്താനും അതിൽ ഭിന്നത ഉണ്ടാക്കാനും അതിൽ വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആർക്കാണ് നഷ്ടം? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ആർക്കാണ് നഷ്ടം? സമസ്ത കേരള ജമിയത്തുലമ ഖിയാമത്ത് നാൾ വരെ എത്ര മതം നടത്താൻ ആർക്കും എഴുതി കൊടുത്തില്ല. സമസ്ത കേരള ജമിയത്തുലമ അത്ര അറബി കോളേജ് നടത്തും, ഞങ്ങൾ ഇത്ര മഹല്ല് നടത്തും, പള്ളി നടത്തും, ആർക്കും എഴുതി കൊടുത്തില്ല. അനുകൂലമായ സാഹചര്യങ്ങളും ജനങ്ങളുടെ സഹായ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ പള്ളി മദ്രസ സംവിധാനം മുന്നോട്ട് പോകും. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. പല കാറ്റിലും കോളിലും മറിയാതെ ഇളകാതെ വളരെ ഭംഗിയായ അഭിമാനബോധത്തോടു കൂടി ഈ പ്രസ്ഥാനം കൊണ്ടെത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് എത്തുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ പ്രാദേശികമായി ഇതൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഇവിടെ താജുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ സുപ്രഭാതം മാത്രം വീട്ടിൽ കയറ്റാൻ പാടില്ല. വരിക്കാരാകുന്നില്ല, വരിക്കാരാവണ്ട, അത് ഓരോരുത്തർ സ്വാതന്ത്ര്യം, എല്ലാവരും വരിക്കാരാവണം എന്നുള്ള കർശന നിർദ്ദേശം കൊടുക്കുന്നില്ല. പക്ഷേ മദ്രസ ഉസ്താദുമാരെ വിളിച്ച് പറയാം, നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളാണ്, നിങ്ങൾ സുപ്രഭാതത്തിൽ വരിക്കാതെ തീർക്കാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ മുഖപത്രമാണ് സുപ്രഭാതം. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനാണ് ആ സുപ്രഭാതത്തെ ഈ വളർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. മുഅല്ലിം സഹോദരന്മാർ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കും. അത് തടയാനും അതിൽ പ്രയാസം സൃഷ്ടിക്കാനൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും നഷ്ടങ്ങൾ വരാനുണ്ട് എന്ന് അത്തരം ആളുകൾ ചിന്തിക്കുന്നത് നല്ലതാണ്. സമസ്ത കേരള ജമിയത്തുലമ സ്വാഭാവികമായി അതിൻ്റെ ഒരു ആഭ്യന്തര വിഷയം, ആ സമസ്ത കേരള ജമിയത്തുലമയുടെ ലേബിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള തീർത്തും അതിന്റെ ആഭ്യന്തരപരമായ ഒരു വിഷയത്തെ, ആ വിഷയത്തെ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കുപ്രചാരണം നടത്തിക്കൊണ്ട് ഇതിനെ രാഷ്ട്രീയമായ ഒരു വിഷയമാക്കി തെരുവിലേക്ക് കൊണ്ടുവന്ന് പലരുടെയും പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം നടത്തി. വളരെ മോശമായ പ്രചരണം നടത്തി. വളരെ മോശമായ പ്രചരണം. സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അതത് കാലത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് സ്വീകാര്യതയും വിശ്വാസ്യതയും അംഗീകാരവും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ചുറ്റുപാടനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുലമ. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ വന്നാലും കേന്ദ്രം എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിലപാട് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? സമസ്ത കേരള ജമിയത്തുലമ അക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് സമസ്തയുടെ അനുകൂലികൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം, മുസ്ലിങ്ങൾ മാത്രമല്ല, പൊതുസമൂഹം. ആ ഒരു അംഗീകാരം പൊതുസമൂഹത്തിനിടയിൽ ഉൾപ്പെടെ സമസ്ത കേരള ജമിയത്തുലമക്ക് ഒന്നുകൂടി വളർന്നു വന്നു. പൊതുസമൂഹത്തിനിടയിൽ ഇത്രയും കാലം സുന്നികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന, അവർക്ക് മാത്രം കൂടുതൽ അറിയാമായിരുന്ന സമസ്ത കേരള ജമിയത്തുലമ ഇന്ന് മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി, രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ പൊതുസമൂഹത്തിനിടയിലും ഭരണകൂടത്തിനിടയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലുമെല്ലാം സമസ്ത കേരള ജമിയത്തുലമ അറിയപ്പെടാൻ തുടങ്ങി. ഇതറിയപ്പെടാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം സുപ്രഭാതം ദിനപത്രമാണ്. കാരണം സുപ്രഭാതം ഒരു പൊതുപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചു. പൊതുപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമസ്തക്കാർ മാത്രമല്ല അതിന്റെ വരിക്കാർ, സുന്നികൾ മാത്രമല്ല വരിക്കാർ, മുസ്ലിങ്ങൾ മാത്രം പോലും അല്ല വരിക്കാർ, മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവർ പോലും അതിന്റെ സ്ഥിരം വായനക്കാരാണ്. രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും സമസ്ത കേരള ജമിയത്തുലമ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിന്റെ നയസമീപനങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ചിത്രീകരിക്കാനും ശ്രമം നടക്കുന്ന ഒരു ഭാഗത്ത് ശത്രുക്കൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന വിധം അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് പലർക്കും ബോധ്യമാകാൻ അവസരമൊരുക്കുന്ന ബിദായി പ്രസ്ഥാനങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. മുസ്ലിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു. ആ മുസ്ലിങ്ങൾക്കെതിരെ അത്തരം ഒരു പ്രചരണം നടക്കുമ്പോൾ ആ പ്രചരണങ്ങളിൽ അല്പം സത്യമുണ്ടെന്ന് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് വിശ്വസിക്കാൻ അവസരം കൊടുക്കുന്ന വിധം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഐസിസ് പോലെയുള്ള തീവ്ര ഭീകര സംഘടനകളുമായി വഹാബി ആശയങ്ങൾക്കുള്ള ചങ്ങാത്തങ്ങളും അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമാകും. ഇവിടെയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുലമയുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുകയോ എഴുതുകയോ മാത്രമല്ല, ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബഹുസ്വര സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് എന്നത് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മുടെ നിലപാടുകൾ മറ്റുള്ള സഹോദര സമുദായങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജമിയത്തുലമക്ക് പൊതുസമൂഹത്തിനിടയിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായി. അപ്പൊ സമസ്ത കേരള ജമിയത്തുലമ അങ്ങനെയാണ് വലുതാവേണ്ട. സമസ്ത കേരള ജമിയത്തുലമയെ ഒന്ന് ചെറുതാക്കാൻ, അതിനൊന്ന് മോശമാക്കാൻ, അതിനൊന്ന് ഇകഴ്ത്താൻ, അതിനെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പല ആളുകളും മുന്നിലുണ്ടാകും. കാരണം സമസ്തയുടെ നേതാക്കൾക്കും സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും അതിന്റെ പ്രസ്താവനകൾക്കും അതിന്റെ പ്രഖ്യാപനങ്ങൾക്കും സമൂഹത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അങ്ങനെ വല്ലാതെ ഞെളിയണ്ട, എങ്ങനെയാണ് ഇതിനൊന്ന് ഇരുത്താൻ വഴി എന്ന് ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകസിവിൽ കൂടെ സെമിനാറുകൾ ഉണ്ടായി. ഏകസിവിൽ കൂടെ സെമിനാറുകൾ സമസ്ത പങ്കെടുക്കുന്നുണ്ടോ, സമസ്തയുടെ പ്രതിനിധി എന്ത് പറയുന്നു എന്ന് മാത്രമേ ചാനലുകാർ നോക്കുന്നുണ്ടോ. അവിടെ അപ്പുറപ്പുറം ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, മുജാഹിദുകാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, എല്ലാ മതസംഘടനകളുണ്ട്. അവർ വന്നോന്നോ പോയോന്നോ ആരും നോക്കുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്. സമസ്ത വല്ലാതെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നു. ജിഫ്രി തങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാനലുകളാകെ ഫ്ലാഷ് ന്യൂസുകൾ, രാത്രിയാണെങ്കിൽ ചാനൽ ചർച്ചകൾ. സമസ്തനെ അങ്ങനെ മുന്നോട്ട് വിടാൻ പറ്റില്ല. അപ്പൊ സമസ്തനെ ഒന്ന് ശരിയാക്കാൻ എന്താ വഴി? സമസ്തനെ ശരിയാക്കാൻ വഴി പൊതുവെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം? അവരത്ര സാമർത്ഥ്യമുള്ളവർ വേറെ ആരുമില്ല.
അവർ വലിയ മിടുക്കന്മാരാണ്. മഹാനായ മർഹൂം നാട്ടി ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാട്ടി ഉസ്താദ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ കുറിച്ച് ഒരു കഥ പറഞ്ഞു. കണ്ണിന് കാഴ്ചയില്ലാത്ത രണ്ടാളുകൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ്. മൂന്നാമത് കാഴ്ചക്കുള്ള ഒരാൾ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, ഇവരെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നത് രണ്ടാൾ ഓരിച്ചെടുത്തോളി എന്ന് പറഞ്ഞു. രണ്ടാൾക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മനസ്സിലാക്കുന്ന ഓൻ്റെ അടുത്ത് കാശ് കൊടുത്തിട്ടുണ്ടാവും, മറ്റോ ഗതി ഇവൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അയാളെ മുമ്പ് തന്നെ ഓരിക്കണം ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ പറഞ്ഞു ഇത് രണ്ടാൾ ഓരിച്ചെടുത്തോളി എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഇവർ രണ്ടുപേരും കുറേ സമയം ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ മുന്നോട്ട് പോയി. രണ്ടാൾ കൊടുത്തിരുന്നു. ആ കാശിൻ്റെ പകുതി കൊണ്ടാകുന്നു. ആ മറ്റോ പറഞ്ഞു നിൻ്റെ അടുത്തല്ല, അല്ല നിൻ്റെ അടുത്താന്ന്. ഇവർ തമ്മിൽ അവിടെ വന്നിട്ട് അടികൂടി. വെറുതെ ഇവർ തമ്മിൽ അടികൂടി. അപ്പോൾ നാട്ടി ഉസ്താദ് പറയാറുണ്ട്, വളരെ സമർത്ഥമായിട്ട് തമ്മിൽ അടിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ് ജമാഅത്ത്. ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ കഥാപാത്രത്തിന്റെ വലിയ ദീർഘമായ അഭിമുഖം കൊടുത്താരാണ്? മീഡിയ വണ്ണ. ഒരിക്കലും വല്ല കാര്യമുണ്ട് സത്യത്തിൽ? എന്താ പ്രൊജക്ട് ചെയ്യാൻ കാരണം? അങ്ങനെ അഭിമുഖം കൊടുക്കുക, അഭിമുഖം കൊടുത്തിട്ട് അത് വലിയ സംഭവമാക്കിയിട്ട് അയാൾ എന്തൊക്കെയാണെന്ന് തോന്നിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വരും. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കാൻ അതും ഇവരായിരുന്നു. സേഠ് സാഹിബിനെ പൊക്കിക്കൊണ്ടുവന്നു. സേഠ് സാഹിബ് എന്തൊക്കെയോ സംഭവമാണ് എന്ന് വരുത്തി തീർത്തിട്ട് സേഠ് സാഹിബ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോ കാഴ്ചപ്പാടോ എല്ലാം വിമർശിക്കുന്നത്. പക്ഷേ എങ്ങനെ മുസ്ലിം ലീഗിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും? വളരെ സമർത്ഥമായിട്ട് മുസ്ലിം ലീഗിന്റെ നിലവിലുള്ള നയപരമായ കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്ന സ്വരം ഉയർത്തിയിട്ടുള്ള സേഠ് സാഹിബിനെ മാധ്യമ പത്രം വാഴ്ത്തി കൊണ്ടുവന്നിട്ട് അവരുടെ പരിപാടിയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ മുസ്ലിമാന്റെ ആ ശബ്ദം ഈ ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഭിന്നിപ്പിച്ചു. അബ്ദുൽ നാസർ മാതിരി വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? കാരണം മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വളരെ സമർത്ഥമായിട്ട് ഇവർക്ക് കഴിയും. ഈ വിഷയത്തിലും അവർ കൃത്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സമസ്ത കേരള ജമിയത്തിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അത് തിരിച്ചറിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട വിജയിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. എല്ലാവർക്കും തിരിച്ചറിയും. ഇപ്പൊ ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു അജണ്ടയുമായിട്ടാണ് നടക്കുന്നത് എന്ന് തിരിയാത്ത കുറെ സാധുക്കൾ ഈ പറയണൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ വാട്സപ്പ് ഷെയർ ചെയ്യാനും അതിന്റെ ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കാനും അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടിയിട്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ വളരെ സമാധാനത്തോടുകൂടി സ്വയബുദ്ധിയോടുകൂടി ചിന്തിക്കുകയും തിരിച്ചറിയുകയും വേണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഈ രണ്ട് സംഘടനകളും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളാണ്. ഈ രണ്ട് സംഘടനകളെയും അകറ്റുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഘടനകൾക്ക് നഷ്ടമാണ് എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗും സമസ്ത കേരള ജമിയത്തുലമയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു സംഘടിത ശക്തിയാണ്. നേരെ മറിച്ച് ഈ സംഘടിത ശക്തിക്കിടയിൽ ഭിന്നത ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു പല ആളുകൾക്കും തലവെക്കാനും ഉയർന്നു വരാനൊക്കെ അത് വലിയൊരു ചാൻസാണ്. ഇത് രണ്ട് സംഘടനയുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും, സ്വാഭാവികമാണ്. പക്ഷേ ഇതിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നാട്ടി ഉസ്താദിനെ തന്നെ ഉപമിക്കുക. നാട്ടി ഉസ്താദ് പറയാറുണ്ട്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രണ്ടിന്റെയും റൂട്ട് രണ്ട് റൂട്ടുകളാണ്. ഒന്ന് റോഡിലൂടെ പോകും, ഒന്ന് റെയിലിലൂടെ പോകും. നാട്ടി ഉസ്താദ് പറഞ്ഞങ്ങനെയാണ്. ഒന്ന് റെയിലിലൂടെ പോകും, മറ്റൊന്ന് ലോറിയും ബസ്സും കാറൊക്കെ പോകുന്ന റോഡിലൂടെ പോകും. പക്ഷെ ചില സ്ഥലങ്ങളിൽ റെയിൽവേ ക്രോസ് ഉണ്ടാകും. അത് നമ്മുടെ ബന്ധമാണ്. അപ്പൊ റെയിൽവേ ക്രോസിൽ ഇവർ രണ്ടു കൂട്ടരെയും കാണുന്ന സമയത്ത് ലീഗും സമസ്തയും ഒന്നാണ് എന്നുള്ള ആരും ബഹളം വെക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ തമ്മിലുള്ള ഒരു അലിഖിതമായ ബന്ധവും സുദൃഢമായ സൗഹൃദമൊക്കെയാണ്. പക്ഷെ രണ്ടിനും രണ്ട് റൂട്ടാണ്. ട്രെയിന് റോഡിലൂടെയും പോകില്ല, ബസ്സും ലോറിയും കാറും ഒന്നും റെയിലൂടെയും പോകില്ല. മുജാഹിദിനെ സമസ്ത കേരള ജമിയത്തിനെ വിമർശിക്കുന്നത് പോലെ ലീഗിന്റെ പേരിൽ വിമർശിക്കണം നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? പറയില്ല. കാരണം എന്താണ്? മുസ്ലിം ലീഗിന്റെ നയപരമായ രാഷ്ട്രീയപരമായ സംവിധാനം അങ്ങനെയാണ്. സമസ്തയുടെ മുഷാവറയുടെ പ്രസ്താവനയും ഇവിടെ സമസ്തയുടെ സമ്മേളനം പ്രസംഗിക്കണം എന്ന് പറയാറുണ്ടോ? അത് നടക്കില്ല. കാരണം എന്താണ്? അത് രണ്ടിനും രണ്ട് ശൈലിയാണ്, രണ്ട് നയസമീപനങ്ങളാണ് ഒരുമിച്ചാണ്. മുസ്ലിം ലീഗിൽ മുജാഹിദിന്റെ ആളുകളുണ്ട്, തബ്ലീഗിന്റെ ആളുകളുണ്ട്, മറ്റു പല മതസംഘടനകൾ, നമ്മളുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള പല സംഘടനകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ട്. അവരൊക്കെ അതിലുള്ളത് കൊണ്ട് നമ്മൾ മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കില്ല എന്നാരും പറയാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അതിന് രാഷ്ട്രീയമായ നയസമീപനങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോക്കിന്റെ ഗുണഫലങ്ങളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടനയാണ്. രണ്ടിന്റെയും റൂട്ട് രണ്ട് റൂട്ടുകളാണ്. അതിനെ തടസ്സപ്പെടുത്താനും അതിൽ ഭിന്നത ഉണ്ടാക്കാനും അതിൽ വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ആർക്കാണ് നഷ്ടം? സമസ്ത കേരള ജമിയത്തുലമ ഖിയാമത്ത് നാൾ വരെ എത്ര മദ്രസ നടത്താൻ ആർക്കും എഴുതി ഒപ്പ് കൊടുത്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുലമ അത്ര അറബി കോളേജ് നടത്തും, ഞങ്ങൾ ഇത്ര മഹല്ല് നടത്തും, ഇത്ര പള്ളി നടത്തും, ആർക്കും എഴുതി ഒപ്പ് കൊടുത്തിട്ടില്ല. അനുകൂലമായ സാഹചര്യങ്ങളും ജനങ്ങളുടെ സഹായ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയും മദ്രസയും സംവിധാനമൊക്കെ മുന്നോട്ട് പോകും. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ 97 കൊല്ലം പല കാറ്റിലും കോളിലും മറിയാതെ ഇളകാതെ വളരെ ഭംഗിയായ അഭിമാനബോധത്തോടുകൂടി ഈ പ്രസ്ഥാനം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് എത്തുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മലബാർ സമരത്തിന്റെയൊക്കെ കെടുതികൾ അനുഭവിച്ചുകൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി
വളരെയധികം ദയനീയമായ ജീവിത ചുറ്റുപാടിൽ മുന്നോട്ട് പോകുന്ന മുസ്ലിം സമൂഹം, എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായ സാഹചര്യം. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിക്കുന്നത്. നാട് സ്വാതന്ത്ര്യം നേടട്ടെ, ബ്രിട്ടീഷുകാരൊക്കെ തിരിച്ചുപോയി, നല്ലൊരു അന്തരീക്ഷം വന്നതിന് ശേഷം നമുക്ക് വിദാഴി പ്രസ്ഥാനങ്ങൾ പ്രതിരോധത്തിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം സമാധാനത്തോടുകൂടി ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്നല്ല അന്നത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ചത്. ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് കാലത്ത് പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അത് സമയബന്ധിതമായി നിർവഹിക്കണം എന്ന ഒരു താല്പര്യമാണ് അതിനവരെ പ്രേരിപ്പിച്ചത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആദ്യവും അവസാനവുമായിട്ട് പ്രധാനം പരിശുദ്ധമായ ദീനിനെ അതിൻ്റെ തനത് രൂപത്തിൽ നിലനിർത്താനും സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തലമുറകൾ മാറി മാറി വന്നാലും പരിശുദ്ധമായ ദീനിനെ അവർ മനസ്സിലാക്കിയിടത്ത് ഏതെങ്കിലും തലത്തിലുള്ള ഒരു വ്യത്യാസം പോലും കാണാൻ സാധിക്കാത്ത വിധം വളരെ സത്യസന്ധമായി, വളരെ സൂക്ഷ്മമായി, വളരെ വിശ്വസ്തമായ രീതിയിൽ അത് സമൂഹത്തിന് കൃത്യമായി പകർന്നു കൊടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുലമ ഈ സമൂഹത്തിനിടയിൽ ദീനിനെതിരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായിട്ടുള്ള ആശയാദർശങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഏത് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും, അത് വ്യക്തികളാകാം, പ്രസ്ഥാനങ്ങളാകാം, തുരീഖത്തിന്റെ പേരിലാകാം, മറ്റു ചില ആശയപ്രചാരങ്ങളുടെ പേരിലാകാം, ഏത് കാലത്ത് അത്തരം ആളുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും യഥാസമയം ഇടപെട്ടുകൊണ്ട് അതിനെതിരായ ശക്തമായ പ്രതിരോധം സമസ്ത കേരള ജമിയത്തുലമ സൃഷ്ടിച്ചു എന്നുള്ളത് അതിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സമസ്ത കേരള ജമിയത്തുലമ ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഒരു ആശയത്തെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു വ്യക്തിയെ അവർ ശരിയല്ല എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് അവർക്ക് സമൂഹത്തിൽ ഒരു കാലത്തും സ്വീകാര്യത നേടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ സംഘടനാപരമായ അവകാശവാദമല്ല, സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം സാക്ഷിയാണ്. എന്താണ് ഇതിന് കാരണം? സമസ്ത കേരള ജമിയത്തുലമ ദീനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ കാര്യം പിൽക്കാലത്ത് തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് പറയപ്പെടുന്ന വിധം അത് സത്യസന്ധവും പ്രാമാണികവുമായി ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്, കർമ്മപരമായ കാര്യങ്ങൾ, ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം അത് ഈ സമൂഹത്തിന് ഒരു സ്വഭാവവും ഒരു സംസ്കാരവും പഠിപ്പിച്ചു. ആ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത ആദരവിന്റെ സംസ്കാരമാണ്. ആദരവിന്റെ സംസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, സ്വഹാബത്തിനെ സ്നേഹിക്കുക, മദ്ഹബിന്റെ ഇമാമുകളെ സ്നേഹിക്കുക, അംഗീകരിക്കുക, പണ്ഡിതന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ദീൻ പ്രധാനമായി കൽപ്പിക്കപ്പെട്ട സ്ഥലവും പ്രദേശവും പുണ്യ സ്ഥലങ്ങളും എല്ലാം മക്ബറകൾ ഉൾപ്പെടെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആദരവിന്റെ സംസ്കാരമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഇവിടെ പഠിപ്പിച്ചത്. ആദരവിന്റെ സംസ്കാരം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവിടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ, മറുഭാഗത്ത് ഈ ആദരവിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ പഠിപ്പിക്കാൻ ബിദഅി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ്. ആരാണ് ഇവിടെ പറഞ്ഞത്? കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും തെളിവല്ല എന്നാരാണ് ഇവിടെ പറഞ്ഞത്? മക്ബറകളെല്ലാം അടിച്ചു നിലം പരിശാക്കണമെന്ന സംസ്കാരം, അത്തരം ആഹ്വാനങ്ങൾ ആരാണ് ഇവിടെ നടത്തിയത്? അള്ളാഹുവിന്റെ മഹാന്മാരെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സംസ്കാരം ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ആദരവിന്റെ സംസ്കാരം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ അനാദരവിന്റെയും ധിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും സംസ്കാരം മറുവശത്ത് ഉയർന്നു വന്നു. ഈ അനാദരവിന്റെയും ധിക്കാരത്തിന്റെയും സംസ്കാരം ഏതെങ്കിലും തലത്തിൽ ആദരവിന്റെ സംസ്കാരം പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലോ വ്യക്തികളിലോ സമൂഹത്തിലോ കടന്നുവരുന്ന പകർച്ചവ്യാധി പോലെ പടർന്നു വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെതിരെ നാം ജാഗ്രത പാലിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ജീവിക്കാൻ അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇവിടെ പലരും പ്രചരിപ്പിക്കുന്ന സമസ്ത കേരള ജമിയത്തുലമ ഇവിടെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസ സംരംഭങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുലമ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ തീരുമാനമായിരുന്നു. 1-1.5-2 വർഷക്കാലത്തോളം ഇത് ചർച്ച ചെയ്ത് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായി. എങ്ങനെയെങ്കിലും പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വളരെ സദ്ദേശപരമായ താല്പര്യമാണ് ഈ വിഷയങ്ങളൊക്കെ ഇത്രയും മുന്നോട്ട് പോകാൻ കാരണം. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചയിൽ ശുഭപ്രതീക്ഷ പുലർത്തുന്നവരാണ് നമ്മളിപ്പോഴും. പക്ഷേ സമസ്ത കേരള ജമിയത്തുലമ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അക്കാദമികപരമായി, ഭരണപരമായി, അതിന്റെ ആദർശപരമായ കാര്യങ്ങൾ സമസ്തയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് സമസ്തയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇത് സമസ്തയുടെ സ്ഥാപനമാണ്, സമസ്തയുടെ ആദർശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരു ഭാഗത്ത് പ്രസംഗിക്കുന്നു, മറുഭാഗത്ത് സമസ്തയ്ക്ക് ഇവിടെ യാതൊരു അവകാശവുമില്ല എന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഒരു ബിദഅി ആശയങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതേ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
അവിടുത്തെ പ്രമുഖനായ ഒരു മുദരിസാണ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ ശരീഅത്ത് ഡിപ്പാർട്ട്മെന്റ് തലവനായി ചുമതലയേറ്റിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ ശരീഅത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി ചുമതലയേൽക്കാൻ മാത്രം ബിദഈ ആശയം തലയിലേറ്റ് നടക്കുന്നയാളാണോ ഇത്രയും കാലം ഇവിടെ പഠിപ്പിച്ചിരുന്നത്? ആദർശപരമായ ആദർശവിരുദ്ധമായ പ്രചാരണങ്ങളും അത്തരം പാഠ്യേതര പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ ആശങ്ക പറഞ്ഞപ്പോ അതൊക്കെ വ്യക്തിവിരോധമാണ്, കള്ളപ്രചരണമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇവരുടെ ഏറ്റവും പ്രമുഖനായ PG ക്യാമ്പസിൽ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ അധ്യാപകനായിട്ട് ചുമതലയേൽക്കുന്നു. സമസ്തയുടെ മദ്രസ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിം തൊട്ടടുത്ത റേഞ്ചിൽ വേറെ മദ്രസ ചുമതലയേൽക്കും. അതിൽ പുതുമയില്ല. നമ്മുടെ മഹലിൽ ജോലി ചെയ്യുന്ന ഒരു ഖത്തീബ് മറ്റൊരു മഹലിൽ 2 കൊല്ലം കഴിഞ്ഞ് അപ്പുറത്ത് പോയി ജോലിയേൽക്കും. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ 2 മാസം കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ പോയിട്ട് ദീൻ പഠിപ്പിക്കും. അപ്പൊ ഇദ്ദേഹം ഇവിടെ പഠിപ്പിച്ചത് എന്താശയമായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്തപ്പോൾ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യം ആദ്യം പലർക്കും വിശ്വസിക്കാനും അത് വ്യക്തിവിരോധമാണ്, കള്ളപ്രചരണമാണ്, അസൂയയാണ് എന്നൊക്കെ പറഞ്ഞിടന്ന ആളുകൾക്ക് പിന്നീട് കൃത്യമായി കാര്യങ്ങൾ ബോധ്യം വന്നു. ഇത് സമസ്തയുടെ ഭാഗമാണെന്ന് അരക്കിട്ടുറപ്പിച്ച് നിരന്തരമായി പ്രചരണം നടത്തിയ ആളുകളുടെ നാവിൽ നിന്നാണ് അറിയാതെ വന്നുപോയി. ഇതൊക്കെയാണ് സമസ്തയുടെ കറാമത്ത് എന്ന് പറയുന്നത്. അറിയാതെ പത്രസമ്മേളനത്തിൽ പറയാൻ സമസ്തക്ക് ഇവിടെ യാതൊരു അവകാശമില്ല. സമസ്തയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ഈ സംവിധാനമൊക്കെ തുടങ്ങുന്ന കാലത്ത് അതിന്റെ പത്രപരസ്യങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഇത്തരം പ്രചാരണം നടത്തുന്ന ആളുകളുടെ ഫേസ്ബുക്ക് വാളിൽ ഇന്നും ഡിലീറ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. വാഫി സംവിധാനം തുടങ്ങുന്ന കാലത്തൊക്കെ നമ്മുടെ പത്രപ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്ന പരസ്യവാചകം എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ്. ഈ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് ആളെ കൂട്ടിയത്. ഈ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് സമ്പത്ത് സ്വരൂപിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് അതിനോടുള്ള ആദരവും ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ സമസ്ത ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏതായാലും ഇതിന്റെ പേരിൽ അറിയപ്പെടുമ്പോൾ, ഇതിന്റെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ സമസ്തയുടെ ആദർശപരമായ, ഭരണപരമായ, അക്കാദമികപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവസരമുണ്ടാകണം. അവസരമുണ്ടാകുമ്പോൾ മാത്രമേ അത് സമസ്തയുടെ മേൽവിലാസത്തിൽ അറിയപ്പെടാൻ പാടുള്ളൂ. അല്ല, അത് ഞങ്ങൾ കഴിയില്ല എന്നാണെങ്കിൽ അവർക്ക് അവിടെ വഴി പോകാം. അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതുപോലെയുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ ആദർശപരമായ, സംഘടനാപരമായ ഭദ്രതയും കെട്ടുറപ്പും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ സംഘടനാപരമായ ഒരു കാര്യം മാത്രമേ ഇക്കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ നിർവഹിച്ചിട്ടുള്ളൂ. ഇത് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് വളരെ മോശമായ പ്രചാരണങ്ങളും മറ്റും നടത്തിയിട്ട് ഈ രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കാനും മറ്റുമൊക്കെ ഇവിടെ മുന്നോട്ട് വന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്